നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മറുപടി പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും വീണുടഞ്ഞിരിക്കുകയാണെന്ന് മന്ത്രി എം പി രാജേഷ്. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടിക്കൊണ്ട് അടിച്ചമർത്തുമെന്നും മന്ത്രി. യുഡിഎഫിനെയും കോൺഗ്രസിനെയും സുനിൽ കനകോലുവിന് പണയം വെച്ചിരിക്കുകയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദൈവങ്ങളെല്ലാം എൽഡിഎഫിന്റെ ഭാഗത്താണെന്നും ബിനോയ് വിശ്വം. ബിജെപി ദേശീയ അധ്യക്ഷൻ നാളെ തൃശൂരിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക അടുത്ത ആഴ്ചയെന്ന് സൂചന. ജില്ലാ കേരളോത്സവത്തിന് കുന്നംകുളത്ത് തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് 1500-ലധികം മത്സരാർത്ഥികൾ. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവം പെരുമ്പിലാവ് അൻസാർ വുമൺസ് കോളേജിൽ തുടരുന്നു. 5 വേദികളിലായി 106 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ. ഔപചാരിക ഉദ്ഘാടനം നാളെ വൈകിട്ട് നടക്കും. കൂടിയും കുറഞ്ഞും സ്വർണ്ണവില. ഗ്രാമിന് 125 രൂപ കൂടി 14,090 രൂപയും 1 പവന് 1,12,720 രൂപയുമായി. കുന്നംകുളം പാറയമ്പാടത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും കാറും സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പെരുമ്പിലാവ് കരിക്കാട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്കിടിച്ച് പരിക്കേറ്റ കാൽനട യാത്രക്കാരൻ മരിച്ചു. കരിക്കാട് കളത്തിവളപ്പിൽ വീട്ടിൽ അപ്പുവാണ് മരിച്ചത്. തൃശൂർ ഒല്ലൂർ മണ്ഡലങ്ങളുടെ സ്വീകരണ സമ്മേളനം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ചു. എൽഡിഎഫ് തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ ദുബായ് റോഡിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് ബൈക്ക് ബസ്സിലിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തമിഴ്നാട് തേനി സ്വദേശി രാജുവാണ് മരിച്ചത്. ദേശീയപാത നിർമ്മാണത്തിനായി കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കനോലി കനാലിൽ നടത്തിവന്ന മണൽ ഖനനം അവസാനിപ്പിച്ചു. മണലെടുക്കുന്ന യന്ത്രസാമഗ്രികൾ 48 മണിക്കൂറിനകം നീക്കം ചെയ്യാനും നിലവിൽ കരയിൽ സംഭരിച്ചിട്ടുള്ള മണൽ നീക്കം ചെയ്യാനും കരാർ കമ്പനിക്ക് സാവകാശം നൽകാനും ധാരണയായി. വാട്ടർ അതോറിറ്റി അധികൃതരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മതിലകം പള്ളിവളവ് മുതൽ മതിലകം സെന്റർ വാട്ടർ അതോറിറ്റി ഓഫീസ് വരെ 1 മാസമായി ദേശീയപാത റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം തൃശൂർ കോർപ്പറേഷന് ലഭിച്ച 3836 അപേക്ഷകൾക്ക് കൌൺസിൽ അംഗീകാരം. മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച ഏക അജണ്ടയുമായി ചേർന്ന പ്രത്യേക കൌൺസിൽ യോഗമാണ് അപേക്ഷകൾ അംഗീകരിച്ചത്. എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന മധ്യമേഖലാ ജാഥയ്ക്ക് മതിലകം സെന്ററിൽ സ്വീകരണം നൽകി. ഇ ടി ടൈസൺ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. കൊടകര ചെറുവത്തൂർ കർഷക സമിതിയുടെ 50ാം വാർഷികാഘോഷം ചെറുവത്തൂർ ചിറ പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ കർഷക സമിതി പ്രസിഡന്റ് കെ ഡി ജോബി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ 3 പീടിക സെന്ററിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം കെപിസിസി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിന് യുഡിഎഫ് ഗുരുവായൂർ നിയോജകമണ്ഡലം തല സംഘാടക സമിതി രൂപീകരിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ അനാവശ്യമായി നിയമസഭയിൽ പരാമർശിച്ച എൻ.കെ. അക്ബർ എംഎൽഎയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ. പാതയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ബോധപൂർവം കാലതാമസമുണ്ടാക്കിയതായും സുരേഷ് ഗോപി മറുപടി നൽകണമെന്നുമായിരുന്നു എംഎൽഎ പറഞ്ഞതെന്നും നിവേദിത. താന്യം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ആന്റോ തൊറയൻ ചുമതലയേറ്റു. ഡിസിസി ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദേശ വനിതാ പെപ്പിദ സീത്തിന് ഇന്ത്യൻ പൌരത്വം. കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ കളക്ടർ ഇന്ത്യൻ പൌരത്വം പെപ്പിദ സീത്തിന് കൈമാറി.
INTUCക്ക് കീഴിലുള്ള നിർമ്മാണ തയ്യൽ തൊഴിലാളി സംഘടനയുടെ കൊടകര മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ ത്രിദിന അഖിലേന്ത്യാ മാനേജ്മെന്റ് ഫെസ്റ്റിന് തുടക്കമായി. വയലിനിസ്റ്റും ചിത്രകാരിയുമായ S. കൺമണി ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ഫോർട്ട് NSS ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ വാർഷികം ആഘോഷിച്ചു. NSS തൃശൂർ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപകരുടെ യാത്രയപ്പും 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വിടവാങ്ങൽ ചടങ്ങും നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും മുൻ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ മികച്ച വിജയങ്ങൾ നേടിയ അളക പ്രകാശ് ബാബു മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ ചിത്രം വരച്ച് കോമഡി താരവും തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ അധ്യാപകനുമായ സുധീഷ് അഞ്ചേരി കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഫോട്ടോ കളക്ടർക്ക് കൈമാറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും എ ഗ്രേഡ് കരസ്ഥമാക്കിയ കുമ്പളങ്ങാട് സ്വദേശി പ്രജ്വലിനെ ആദരിച്ചു. ഉമ്മർ ഹാജി, മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്നിവർ ആദരത്തിന് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ഞാറ്റുവെട്ടി കല്ലട ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാൽ മഹോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു. ക്ഷേത്രം തന്ത്രി പ്രകാശൻ കൊടിയേറ്റ് നിർവഹിച്ചു. ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി വാർഷിക പദ്ധതിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചർച്ച ചെയ്യുന്നതിന് എളവള്ളി പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷത വഹിച്ചു. വിഷുവിപണി ലക്ഷ്യമിട്ട് ഗുരുവായൂർ തൈക്കാട് ഫാർമേഴ്സ് ക്ലബ്ബ് ജൈവ വെള്ളരി കൃഷിക്ക് തുടക്കം കുറിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. മലേശമംഗലം ഹരിജൻ ലോവർ പ്രൈമറി സ്കൂളിന്റെ വാർഷികാഘോഷം തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK ജയന്തി അധ്യക്ഷയായിരുന്നു. LDF നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകി. സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരായ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനെ വിമർശിച്ച് ബിനോയ് വിശ്വം. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നിന്നും പ്രദർശന സാമഗ്രികളുമായി പോയ ലോറികൾ തട്ടി വൈദ്യുതി വിതരണം തകരാറിലായി. മുനക്കൽ ബീച്ച് ഫെസ്റ്റിൽ പ്രദർശനത്തിനുണ്ടായിരുന്ന അക്വാഷോയുടെ സാധനങ്ങൾ കൊണ്ടുപോയ ലോറികൾ തട്ടിയാണ് വൈദ്യുതി കേബിളുകൾ പൊട്ടിയത്. വാഴക്കോട് വളവിൽ തീപിടുത്തം. പൂട്ടിക്കിടന്നിരുന്ന ക്വാറിയിലെ ഷെഡുകളും ജലനിധി പൈപ്പുകളുടെ ശേഖരങ്ങളും കത്തിനശിച്ചു. അമല നഗറിൽ കഫേയിൽ തീപിടുത്തം. ചാവക്കാട് സ്വദേശി സുഹൈലിന്റെ ക്യാപിറ്റൽ BBQ പോയിന്റ് കഫേയിലാണ് തീപിടുത്തമുണ്ടായത്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ 4 പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചു. മുരിയാട് കോൾമേഖലയിലെ കോന്തിപുലം പാലത്തിന് സമീപം സ്ഥിരം തടയണ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ക്രൈസ്റ്റ് കോളേജിലെ സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ മാസം 10 നടക്കും. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശ സമിതി ഏർപ്പെടുത്തിയ ആറാട്ടുപുഴ ശ്രീ ശാസ്ത പുരസ്കാരവും സന്തോഷ് സ്മൃതി പുരസ്കാരവും പ്രഖ്യാപിച്ചു. ആറാട്ടുപുഴ ശ്രീ ശാസ്ത പുരസ്കാരത്തിന് M. രാജേന്ദ്രനും സന്തോഷ് സ്മൃതി പുരസ്കാരത്തിന് വയലൂർ വാര്യം ഉണ്ണികൃഷ്ണനും അർഹരായി. ഈ മാസം നടക്കുന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു. 13 സീറ്റുകളിലേക്കാണ് ഈ മാസം 22-ന് തെരഞ്ഞെടുപ്പ്. കളഞ്ഞുകിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകിയ വിദ്യാർത്ഥിനി ഇവ ഏഞ്ചലിനെ എരുമപ്പെട്ടി പഞ്ചായത്ത് 1-ാം വാർഡ് ഗ്രാമസഭയിൽ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി. നാട്ടിക താണശ്ശേരി വെൽവെട്ടിക്കാവ് തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ് കൊടിയേറ്റ് നിർവഹിച്ചു. നാട്ടികയിൽ അഖിലേന്ത്യാ കിസാൻ സഭ വനിതാ കാർഷിക സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷത്തിനുള്ള കണി വെള്ളരി കൃഷി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.